എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് പബ്ലിഷ് ചെയ്തു. അപ്പോൾ +1 സേ ഇംപ്രൂവ്മെന്റ് എക്സാം എന്നായിരിക്കും നടക്കുക, എത്ര വിഷയം എഴുതാൻ സാധിക്കും, ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഇത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം DHSE ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു വർഷങ്ങളിലും +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് മുൻകൂട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കാറില്ല. ബട്ട് ഇന്നലെ മുൻകൂട്ടി അറിയിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും സൈറ്റ് നല്ല ഹാങ് ആകുകയും റിസൾട്ട് കിട്ടാൻ നല്ല രീതിയിൽ വൈകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് എവർ റിസൾട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടാവും. +1 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം എന്നായിരിക്കും നടക്കുക. നിരവധി വിദ്യാർത്ഥികൾ സേ വന്നവരുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ നിലവിൽ ലഭിച്ച മാർക്കിൽ തൃപ്തരല്ലാത്തത് കാരണം ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നുണ്ട്. വാട്ട് എവർ കഴിഞ്ഞ വർഷം മുതൽ പ്രിയ വിദ്യാർത്ഥികൾക്ക് എന്താണ് +1 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം സെപ്പറേറ്റ് ആയിട്ട് നടത്താറില്ല. അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ ഇപ്പോൾ +1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ +1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു ജൂൺ ഓർ ജൂലൈ മാസത്തിൽ ഒരു +1 സേ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുമായിരുന്നു. ഒരു +1 സേ ഇംപ്രൂവ്മെന്റ് എക്സാം ജൂൺ ഓർ ജൂലൈ മാസം നടക്കേണ്ടതാണ്. ബട്ട് കഴിഞ്ഞ വർഷം മുതൽ ആ പരിപാടി എന്ത് ചെയ്തു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങ് എടുത്തു കളഞ്ഞു ആ പരിപാടി. നിങ്ങൾക്കിനി +1 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ +2 മെയിൻ എക്സാമിനൊപ്പം, നിങ്ങളുടെ +2വിൻ്റെ മെയിൻ എക്സാമിനൊപ്പം മാത്രമേ നിങ്ങൾക്ക് +1 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അവിയൽ കുഴച്ച പരുവാകുന്നു. കാരണം എന്താണ്, രാവിലെ +2 എക്സാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്ത് +1 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം, രാവിലെ +2വിൻ്റെ പബ്ലിക് എക്സാം, വൈകുന്നേരം +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം. എന്താ എല്ലാം കൊണ്ടും നല്ല രസമല്ലേ? ഒരു അവിയൽ കുഴച്ച പരുവായി പോകും അല്ലേ? ലാസ്റ്റ് ഒന്നും തിരിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ നിയമം അവർക്കൊരു എന്താണ് പാരയാണ്. കാരണം എന്താണ്, നിങ്ങളുടെ +2 മെയിൻ എക്സാമിന് ഒപ്പം എന്ത് ചെയ്യണം, ഒപ്പമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടത്. അതേസമയം നിങ്ങൾ +1ഉം പഠിച്ചു മുന്നോട്ട് പോകണം, +2ഉം പഠിച്ചു മുന്നോട്ട് പോകണം. നമുക്ക് രണ്ടും കളയാൻ പറ്റിയല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ നിൽക്കുന്നത്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം സാധാരണ നടത്തുന്ന പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ നടത്തിയ പോലെ ഒരു +1 റിസൾട്ട് ഇപ്പോൾ വന്നു ഒരു ജൂൺ ഓർ ജൂലൈ മാസത്തിൽ ഒരു സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം വിളിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥിനികൾക്ക് അത് വളരെ ഉപകാരപ്പെടും. കാരണം സാധാരണ വർഷങ്ങളിൽ ഒരു നടത്താറുള്ളതായിരുന്നു അങ്ങനെ. +1 ഒരു സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ത് ചെയ്യുമായിരുന്നു, +1 റിസൾട്ട് വന്നതിന് ശേഷം നടത്തുമായിരുന്നു. അങ്ങനെ നടത്തുവാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വളരെ അവർക്ക് ഉപകാരപ്രദമാകും. കാരണം എന്താണ്, അവർക്ക് +2 ഇനിയിപ്പം ജൂൺ ഓർ ജൂലൈയിൽ നടത്തുമ്പോൾ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ശേഷം ജൂലൈയിലോ ജൂണിലോ എക്സാം നടത്തി കഴിഞ്ഞാൽ അവർക്കത് എഴുതുകയും ശേഷം എഴുതി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതങ്ങ് വിടാം. പിന്നെ +2ലേക്ക് തന്നെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആ പരിപാടി നടക്കുന്നില്ല, +2വിൻ്റെ ഒപ്പം തന്നെയാണ് നടക്കുക. ഇപ്പം നമ്മളുടെ ബാച്ച് എന്ന് പറയുമ്പോൾ 2022 to 24 ബാച്ചായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സാം സെപ്റ്റംബർ മാസത്തിലാണ് നടന്നത്. നമ്മുടെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബർ ആയിരുന്നു. അന്നായിരുന്നു എന്ത് ചെയ്തത്, +1ൻ്റെ ലാസ്റ്റ് പരീക്ഷ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ നടത്തിയതെന്നുള്ള ലാസ്റ്റ് ചാൻസ് നമുക്കായിരുന്നു. അതിനുശേഷം വന്ന ബാച്ചുകൾക്കെല്ലാം പിന്നെ +1 നിങ്ങളുടെ +2 മെയിൻ എക്സാമിന് കൂടിയാണ് നടത്തുന്നത്. എന്തായാലും വാട്ടെവർ, എന്തായാലും ഒരു കാര്യം ഓർത്തിരിക്കുക, എന്നായിരിക്കും നടക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇനി നിങ്ങളുടെ +2 മെയിൻ എക്സാമിന് കൂടി, നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിനൊപ്പമാണ് നിങ്ങളുടെ എന്ത് ചെയ്യുക, +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുക. അത് സപ്ലിമെൻ്ററിക്കാർക്കായാലും ഇംപ്രൂവ്മെൻറ്റുകാർക്കാണെങ്കിലും എത്ര വിഷയം എഴുതാൻ സാധിക്കും, പരമാവധി 3 വിഷയം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേ ആയിട്ടും ഇംപ്രൂവ്മെൻ്റ് ആയിട്ടും എന്ത് ചെയ്യാം, എഴുതാം. നിങ്ങൾക്ക് 3 വിഷയത്തിന് മാത്രമേ സപ്ലി എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്, സാർ എനിക്ക് 4 വിഷയത്തിന് സപ്ലി ഉണ്ട്, 5 വിഷയത്തിന് സപ്ലി ഉണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഉള്ള ഒറ്റ വഴി എന്ന് പറയുമ്പോൾ 3 വിഷയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലി എഴുതാൻ സാധിക്കും. പരമാവധി എന്ത് ചെയ്യാം, 3 വിഷയം വരെ നിങ്ങൾക്ക് സപ്ലി എഴുതാം. ബാക്കി 2 വിഷയത്തിൽ എന്ത് ചെയ്യണം, +1ൽ എത്രയാണോ കുറഞ്ഞു പോയത് അതും കൂടി ചേർത്ത് +24 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം,
+2 എഴുതിയിടണം. ഉദാഹരണം പറയുവാണെങ്കിൽ +1 24, +2 24, ടോട്ടൽ 48 ഒരു വിദ്യാർത്ഥിക്ക് പാസ്സാകാൻ വേണ്ടത്. ബട്ട് നിങ്ങൾക്ക് +2 20 കിട്ടിയുള്ളൂ. 4 മാർക്കിന് നിങ്ങൾ ഫെയിൽ ആയിപ്പോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? +2 28 എടുക്കണം. +2 24 ശേഷം +1 കുറഞ്ഞു പോയ 4 മാർക്കും. അങ്ങനെ എത്തുമ്പോൾ ടോട്ടൽ 48 മാർക്കാവും. എങ്ങനെ വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയ മാർക്ക് 48 തികയുമ്പോഴാണ് ആ വിഷയം പാസ്സാകുന്നത്. അപ്പം നിങ്ങൾക്ക് +1 20 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? +2 28 എടുത്താൽ തീരാന്നുള്ള കേസേ ഉള്ളൂ. കാരണം എന്താ? +2 24 ശേഷം +1 കുറഞ്ഞു പോയ 4 മാർക്കും. ഇത്രമാത്രമുള്ള +1 നിങ്ങൾക്ക് 20 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? +2 ഒരു 28 മാർക്ക് എടുത്താൽ മതി. അപ്പം 24 മാർക്ക് +2ലെയും 4 മാർക്ക് +1 കുറഞ്ഞു പോയതിൻ്റെയും. ഇത്ര മാത്രം ചെയ്താൽ പാസ്സായി പോകാനേ ഉള്ളൂ. അതും ജസ്റ്റ് പാസ് മതി എന്നുള്ളവർക്ക് മാത്രമേ ഈ ട്രിക്ക് പറ്റൂ. നിങ്ങളൊരു ഫർദർ സ്റ്റഡീസിന് ഒരു ഡിഗ്രി പോലുള്ള പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 80-85% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? +2 വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ പറ്റൂ. അപ്പം +2 ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി, ഡിഗ്രിക്കൊന്നും പോകണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടെവർ നിങ്ങളൊന്ന് +2 പാസ്സായിപ്പോൾ നിങ്ങൾക്ക് പല ട്രിക്കുകൾ ഉപയോഗിച്ച് പാസ്സാകും. അത് ഞാൻ പറഞ്ഞ പോലെ 20 മാർക്കാണ് കിട്ടി നിങ്ങൾക്ക് ഫെയിൽ ആയിപ്പോയെങ്കിൽ +2 28 എടുക്കാം. അപ്പോൾ +2 24 ശേഷം +1 മിസ്സായ 4 മാർക്ക്. ഇങ്ങനെ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാസ്സായി പോവാം. ബട്ട് നിങ്ങൾ ഫർദർ സ്റ്റഡീസ് ഡിഗ്രി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉറപ്പായിട്ടും നല്ല രീതിയിൽ പഠിക്കണം. ജയിക്കാൻ എത്ര മാർക്ക് വേണം? ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ +1 പരീക്ഷയിൽ 24 മാർക്കാണ് ഒരു വിഷയത്തിന്. അത് 80 മാർക്കിൻ്റെ എക്സാമിൽ 24, 80 മാർക്കിൻ്റെ എക്സാമിൽ 24, അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും. ഇത് വിത്തൗട്ട് CE മാർക്കാണ്. നിങ്ങൾ എഴുതിയെടുക്കേണ്ട മാർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. CE മാർക്ക് കൂടിയിട്ടല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? 80 മാർക്കിൻ്റെ എക്സാമിൽ 24 വേണ്ടത്. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 വേണ്ടത് നിങ്ങൾക്ക് CE മാർക്ക് കൂടിയിട്ട്. CE മാർക്കില്ല, അത് വിത്തൗട്ട് CE മാർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ മാർക്ക് സ്കോർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പാസ്സാകുന്നത്. CE മാർക്കും കൂടെ കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ 24 ഈ 18 വരുന്നെങ്കിൽ നിങ്ങൾ ഫെയിലാണ്. കാരണം CE മാർക്ക് വരാതെ തന്നെ എന്ത് ചെയ്യണം? അധ്യാപകർ നൽകുന്ന മാർക്ക് CE മാർക്കാണ്. അത് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല, നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ മാത്രം സഹായിക്കും. നിങ്ങളുടെ നിലവിലുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ 24 മാർക്ക് എടുത്ത് ജയിക്കുന്ന ഒരു കുട്ടിക്ക് 20 മാർക്ക് CE കിട്ടിക്കഴിഞ്ഞാൽ 34, 44. ആ വിദ്യാർത്ഥിയുടെ ഗ്രേഡ് കൂടാൻ എന്ത് ചെയ്യും? CE മാർക്ക് സഹായിക്കുന്നല്ലാതെ CE മാർക്ക് ഗ്രേഡ് കൂടാൻ സഹായിക്കുന്നല്ലാതെ എന്തില്ല? ആ വിദ്യാർത്ഥി ജയിക്കാൻ എന്ത് ചെയ്യില്ല? +1 +2 കാലത്ത് CE മാർക്ക് സഹായിക്കില്ല. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ജയിക്കാനുള്ള മാർക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 80 മാർക്കിൻ്റെ റിട്ടൺ എക്സാമിൽ 24 മാർക്ക് എന്ത് ചെയ്യണം? എഴുത്തു പരീക്ഷയിൽ റിട്ടൺ എക്സാമിൽ എന്ത് ചെയ്യണം? 24 മാർക്ക് എഴുതി വാങ്ങണം. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്ക് റിട്ടൺ എക്സാമിൽ എഴുതി വാങ്ങണം. എന്നാൽ മാത്രമേ ആ സബ്ജക്റ്റിൽ ആ വിദ്യാർത്ഥി പാസ്സായി പോവുകയുള്ളൂ. എന്തായാലും പ്രിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷ നടക്കുക, +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം പരീക്ഷ നടക്കുക എന്തായിരിക്കും? നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിനൊപ്പം തന്നെയായിരിക്കും, നിങ്ങളുടെ +2 മെയിൻ എക്സാമിനൊപ്പമാണ്. അപ്പോൾ എന്താണെങ്കിലും +2 നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി അന്വേഷിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുടെ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന് നമസ്കാരം. ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.